ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അത്യാവശ്യം കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ബൈക്ക് റിവ്യൂ ആണ്. അപ്പം ഷോർട്സിൽ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക് ഏതാണെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ ബൈക്ക്. ഇതാണ് നമ്മുടെ സാറാസൻ ഏരിയൽ എലൈറ്റ്. ഇതൊരു 2018 മോഡൽ ബൈക്കാണ്. സോ ഈ ബൈക്ക് വന്നേക്കുന്ന ഒരു 27.5 ഇഞ്ച് വീൽ സൈസിലാണ്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇട്ടേക്കുന്നത് മാക്സിസിൻ്റെ 2 ടയേഴ്സാണ്. മാക്സിസിൻ്റെ ആർഡൻ്റ് എന്ന് പറയുന്ന മോഡലാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമ്മുടെ അഗ്രസർ എന്ന് പറയുന്ന മോഡലാണ് റിയറിൽ ഇട്ടേക്കുന്നത്. ഇത് ഡൗൺ ഹില്ലൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് സ്റ്റിക്കി ആയിട്ട് നിന്നോളും. ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇതൊരു റോക്ക് ഷോക്സിൻ്റെ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതൊരു 170 mm സസ്പെൻഷനാണ്. ഇതിൻ്റെ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫോക്സിൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. ഇതൊരു 165 mm സസ്പെൻഷനാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഇതിനെ നമുക്ക് എൻഡ്യൂറോ ബൈക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇത് എൻഡ്യൂറോ ബൈക്സ് വരുന്നത് 160 mm ആണ് ഫ്രണ്ട് ആൻഡ് റിയർ. ഈ ബൈക്കിന് 160-നേക്കാളും മേളിലാണ്. അപ്പോൾ നമ്മളിതൊരു സൂപ്പർ എൻഡ്യൂറോ കാറ്റഗറിയിലാണ് നമ്മൾ ഈ ബൈക്കിനെ പെടുത്തുന്നത്. ബ്രേക്കിങ്ങിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഷിമാനോയുടെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇത് വരുന്നത്. ഷിമാനോയുടെ ഡിയോർ എന്ന് പറയുന്ന മോഡലാണ് ഇത്. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഷിമാനോയുടെ തന്നെ XT എന്ന് പറയുന്നൊരു ഗിയർ സിസ്റ്റമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഫ്രെയിം മാത്രമേ നമുക്ക് ഒരു അലോയ് ഫ്രെയിമായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ ഈ ലിങ്കേജസും പിന്നെ ഈ സ്വിംഗ് ആമൊക്കെ വരുന്നത് കാർബണിലാണ്. സോ ഈ ബൈക്ക് നമുക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയാം. കാരണം ഇത് നമുക്ക് ഡൗൺ ഹില്ലും സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം ക്ലൈംബൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് സൂപ്പറായിട്ട് ഓടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ട്രെയിൽ ബൈക്കും പിന്നെ ഒരു ക്രോസ് കൺട്രി ബൈക്കിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം മടുപ്പ് വരും. പക്ഷേ എന്നാലും നമുക്ക് ഡൗൺ ഹിൽ ബൈക്കിനെക്കാളും നല്ല എഫിഷ്യൻ്റായിട്ട് നമുക്ക് പെഡൽ ചെയ്ത് ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഈ ബൈക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 3,300 പൗണ്ടാണ് വരുന്നത്. അറൗണ്ട് ഒരു 3.5 lakhs ഇന്ത്യൻ മണി വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൗണ്ടൻ ബൈക്സിനെ കുറിച്ച് കൂടുതൽ റിവ്യൂസും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ടിപ്സൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.